ഇന്ത്യയുടെ സൗത്ത് ഭാഗത്ത്, അതായത് കർണാടക സംസ്ഥാനത്തില് ബാഗൽകോട്ട് ജില്ലയിൽ ഒരു പട്ടണവും ഒരു താലൂക്ക് ആസ്ഥാനവും ഒക്കെ ഉണ്ട്. അതാണ് ബാദാമി എന്ന് അറിയപ്പെടുന്നത്. ഈ ബാദാമി എന്ന് പറയുന്ന സ്ഥലം പുരാതന കാലത്ത് ഇത് വാതാബി എന്ന രീതിയിലാണ് ഈ ഒരു പട്ടണം അറിയപ്പെട്ടിരുന്നത്. ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ അതിപുരാതനമായ ഒരു ഗുഹാക്ഷേത്രമുണ്ട്. ആർക്കിയോളജിക്കൽ എവിഡൻസുകളുടെ കണ്ടെത്തലനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് 1400 വർഷത്തിലധികം പഴക്കമുള്ള അതിപുരാതനമായ ഒരു ഗുഹാക്ഷേത്രം. ഇതാണ് ബദാമി ഗുഹാക്ഷേത്രം. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് AD 540 വർഷം, AD 540 ഈ കാലഘട്ടത്തിൽ ചാലൂക്യ രാജവംശം സ്ഥാപിതമാവുകയാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് അതിമനോഹരമായ ഈ ഗുഹാക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ചെങ്കൽ പാറക്കെട്ടുകൾ എന്നേ തോന്നൂ. എന്നാൽ ഈ ക്ഷേത്രം ആരെയും അമ്പരപ്പിക്കുന്ന കൊത്തുപണികളും ശില്പങ്ങളും കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. 4 ശിലാക്ഷേത്രങ്ങളാണ് ഇവിടെ ആകെയുള്ളത്. ചെങ്കൽ പാറ തുരന്നുണ്ടാക്കിയ ഗുഹകളാണ് ഇവയെല്ലാം തന്നെ. ഒരു ക്ഷേത്രത്തിൽ ബുദ്ധ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഗുഹയും ഇതോടൊപ്പമുണ്ട്. ഇതിനെ ക്ഷേത്രമായിട്ട് അതുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. പൗരാണിക നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെയും വാസ്തുവിദ്യയുടെയും മകുടോദാഹരണമാണ് ബദാമിയിലെ ഗുഹാക്ഷേത്രം എന്ന് പറയുന്നത്. 100 അടിയിലേറെ പൊക്കമുള്ള കല്ലിന്റെ മധ്യഭാഗം തുരന്നാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. സാങ്കേതിക വിദ്യകൾ ഇത്രയേറെ മെച്ചപ്പെട്ട കാലഘട്ടത്തിൽ പോലും ബദാമിയിലെ ശിലാശില്പങ്ങളെ അനുകരിക്കുക പോലും പ്രയാസമാണ്. മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും പ്രധാന പ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത്. ഇവിടെയുള്ള ചുമരുകളിലും തൂണിലുമൊക്കെ അതിമനുഷ്യരുടെ പ്രതിമകളും കൊത്തിവെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നതനുസരിച്ച് ചാലൂക്യ രാജവംശത്തിന്റെ തലസ്ഥാനമായ വാതാബി എന്ന പേരിലാണ് ഇത് പണ്ടുകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. പുരാണങ്ങൾ അനുസരിച്ച് ദുഷ്ട രാക്ഷസനായ വാതാബിയിൽ നിന്ന് ഈ സ്ഥലത്തിന് ഈ പേര് ലഭിച്ചിട്ടുണ്ടാകാമെന്ന് കരുതപ്പെടുന്നു. AD 540 ചാലൂക്യ രാജവംശത്തിന്റെ സ്ഥാപകനായിട്ടുള്ള പുലികേശി ഒന്നാമന്റെ കാലഘട്ടത്തിലായിരിക്കാം ഒരുപക്ഷെ ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ടാവുക. ചില ഗ്രന്ഥങ്ങളിൽ പുലകേശി ഒന്നാമൻ എന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. 3 വശവും പരുപരുത്ത ചെങ്കല്ല് പാറകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന വാതാബിയെ രാജാവ് തന്റെ തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു. പുലികേശി ഒന്നാമന്റെ മക്കളായ കീർത്തിവർമ്മനും മംഗളേശനും ചേർന്നാണ് ഈ ഗുഹാ സമുച്ചയം പിന്നീട് നിർമ്മിച്ചത് എന്നും കരുതപ്പെടുന്നു. ഇവിടെ മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ഈ ഹിന്ദുമതവും ബുദ്ധമതവും ജൈനമതവും വ്യത്യസ്തമല്ല എന്നും ഒന്നാണെന്നും തെളിയിക്കുന്ന ഒരു ചരിത്ര സ്മാരകം കൂടിയാണ് ഈ ഒരു ഗുഹാക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ഗുഹയിൽ, ഈ ക്ഷേത്രത്തിലെ 1 മുതൽ 3 വരെയുള്ള ക്ഷേത്രങ്ങൾ ഹിന്ദു ദേവതകൾക്കായിട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ക്ഷേത്രങ്ങളാണ്. 4ാമത്തെ ക്ഷേത്രം ജൈനമതത്തിന്റെ സ്ഥാപകനായ മഹാവീരന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. മറ്റൊരു ഗുഹയിലാണ് ബുദ്ധന്റെ ഒരു പ്രതിമയും ഉള്ളത്. അപ്പോൾ ബുദ്ധനും ജൈനനും ഹൈന്ദവ ദേവതകളുമൊക്കെ ഒന്നിച്ച് ഇവിടെ ഉള്ളതായി കാണാൻ കഴിയും. സമാനമായ രീതിയിലാണ് അജന്ത എല്ലോറ ഗുഹകളിലും കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഹൈന്ദവ ദേവന്മാരും ബുദ്ധനും ജൈനനും അവിടെയും നമുക്ക് ഒരുമിച്ച് കാണാനായിട്ട് കഴിയും. ഇന്നത്തെ വാസ്തുവിദ്യ എന്ന് പറയുന്നത് ഈ നാഗര ദ്രാവിഡ വാസ്തുശൈലിയാണ്. പരമേശ്വര പ്രതിഷ്ഠ അല്ലെങ്കിൽ മഹാദേവ പ്രതിഷ്ഠയുള്ള ആദ്യത്തെ ക്ഷേത്രം ഭൂനിരപ്പിൽ നിന്ന് 59 അടി ഉയരത്തില് ചെങ്കൽ പാറക്കെട്ടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശിവപുത്രന്മാരായിട്ടുള്ള ഗണേശന്റെയും കാർത്തികേയന്റെയും ശില്പങ്ങളും കൊത്തുപണികളുമാണ് ഗുഹയുടെ ചുമരുകളിലും മേൽക്കൂരയിലുമൊക്കെ കാണപ്പെടുന്നത്. പാർവതി ദേവിയുടെ വ്യത്യസ്ത അവതാരങ്ങളും ഇവിടെ ഭിത്തിയിൽ കൊത്തിവെച്ചിട്ടുള്ളതായി കാണാം. അതേ സമയത്ത് തന്നെ ഈ ബദാമി ഗുഹാ സമുച്ചയത്തില് മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയുള്ള 2ാമത്തെ ഗുഹ കിഴക്ക് ഭാഗത്താണ്. ഈ ഗുഹയില് വിഷ്ണുവിന്റെ വിവിധ അവതാരങ്ങളെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഗുഹാക്ഷേത്രത്തിന്റെ ഉൾവശം ഭാഗവത പുരാണത്തിൽ നിന്നുള്ള കഥകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. 2ാം ഗുഹയിൽ നിന്ന് 60 പടികൾ അകലെയാണ് 3ാമത്തെ ഗുഹ നിർമ്മിച്ചിരിക്കുന്നത്. 3ാമത്തെ ക്ഷേത്രവും പ്രധാനമായിട്ട് മഹാവിഷ്ണുവിന് തന്നെയാണ് സമർപ്പിച്ചിരിക്കുന്നത്. ബദാമി ഗുഹാ സമുച്ചയത്തിലെ 4ാമത്തെ ക്ഷേത്രം ഒരൽപ്പം താഴ്ന്ന നിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 3ാമത്തെ ഗുഹയ്ക്ക് തൊട്ടടുത്താണ് ഏറ്റവും ചെറിയ 4ാമത്തെ ഗുഹ. ജൈന തീർത്ഥങ്കരന്മാർക്ക് സമർപ്പിക്കപ്പെട്ടതാണ് ഈ ഗുഹ. ഗുഹയുടെ ചുവരുകളിൽ ബാഹുബലി, പാർശ്വനാഥൻ, മഹാവീരൻ തുടങ്ങി ജൈന തീർത്ഥങ്കന്മാരുടെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ ചെറിയ ശ്രീകോവിലിനകത്ത് ഒരു പീഠത്തിൽ മഹാവീരന്റെ വിഗ്രഹവുമുണ്ട്. സമാനമായ മറ്റൊരു ഗുഹയിലാണ് ബുദ്ധന്റെ ഒരു പ്രതിഷ്ഠയുള്ളതായും പ്രതിപാദിക്കപ്പെടുന്നത്. പുരാതന കാലഘട്ടത്തിലെ ഇന്ത്യയുടെ ഇത്തരം നിർമ്മിതികൾ എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്തത് തന്നെയാണ്.
ശരിക്കും നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത്, യഥാർത്ഥ ചരിത്രം എന്ന് പറയുന്നത് ഇതുപോലെ എവിടേക്കോ മറഞ്ഞു കിടക്കുകയാണ്. ഈ ചാലൂക്യ രാജവംശത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ചാലൂക്യ രാജവംശത്തിന് മുമ്പായിട്ട് കാദംബ രാജവംശം എന്ന് പറഞ്ഞിട്ടൊരു രാജവംശം നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ട്. എത്ര പേര് ഇങ്ങനെ ഒരു രാജവംശത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്? കാദംബ രാജവംശം ഒരുപാട് കാലം നിലനിന്നൊരു രാജവംശമാണ്. ഇന്നത്തെ കർണാടകത്തിലെ ഉത്തര കന്നഡ ജില്ലയിലാണ് പുരാതനമായിട്ടുള്ള ഈ രാജവംശം ഉണ്ടായിരുന്നത്. AD 345 മുതൽ 525 വരെയാണ് ഈ രാജവംശം നിലനിന്നത്. ഈ രാജവംശം ചാലൂക്യരുമായിട്ടൊക്കെ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇവരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ചാലൂക്യ രാജവംശം ആദ്യമായി സ്ഥാപിതമായത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് മൗര്യന്മാരും ശാതവാഹനരും എന്നൊക്കെ പറയുന്ന രാജവംശങ്ങൾക്ക് ശേഷം നിലനിന്നിരുന്ന ഒരു രാജവംശമാണ് ഈ കാദംബ രാജവംശം. ഇപ്പൊ ഇന്ത്യയുടെ കൾച്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ തുടർച്ചയായിട്ട് പല പല രാജവംശങ്ങളിലൂടെ കൈമാറി വന്ന ഒരു ചരിത്രമാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കാദംബ രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ ഈ രാജവംശം സ്ഥാപിക്കുന്നതെന്ന് പറയുന്നത് മയൂര ശർമ്മൻ എന്ന് പറയുന്ന രാജാവാണ് 345 AD 345 ഈ രാജവംശം സ്ഥാപിക്കുന്നത്. കന്നഡ ഭാഷ ഔദ്യോഗികമായിട്ട് ആദ്യമായിട്ട് ഉപയോഗിച്ച രാജവംശവും ഇവരാണ്. അതിനുശേഷം ചാലൂക്യരൊക്കെ അത് തുടർന്നു പോവുകയാണ് ഉണ്ടായത്. മയൂര ശർമ്മൻ രാജാവിന്റെ പിൻഗാമിയായിട്ടുള്ള കാകുഷ്ടവർമ്മൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം നിരവധി യുദ്ധങ്ങൾ, അന്തമില്ലാത്തത്ര യുദ്ധങ്ങൾ ചെയ്തുവെന്നും ഒടുവിലെ രക്തച്ചൊരിച്ചിലുകൾ കണ്ട് മടുത്ത് ജൈനമതം സ്വീകരിച്ചു എന്നുമാണ് ചരിത്ര രേഖകൾ പറയുന്നത്. പുരാതന കർണാടകത്തിലെ പടിഞ്ഞാറൻ ഗംഗാ സാമ്രാജ്യത്തിന്റെ ഏതാണ്ട് കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു രാജവംശവും നിലനിന്നിരുന്നത് എന്ന് ചരിത്രരേഖകൾ സമ്മതിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്കറിയാത്ത രാജവംശങ്ങളും ചരിത്രങ്ങളും മഹാനിർമ്മിതികളുമൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ കിടക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയൊക്കെ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ, ഒരുപക്ഷെ ഇപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത എത്രയോ അത്ഭുതങ്ങൾ, നിധികൾ ഇവിടെ ഉണ്ടാകാം.